നിസ്കാരവും മറ്റു എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അയ്യാമു തശ്രീഖിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തശ്രീഖ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രഭ പരത്തുന്ന രാവിന്റെ പകലുകൾ എന്ന് ഒരർത്ഥം അതിനുണ്ട്. അഥവാ 10 കഴിഞ്ഞ് 11, 12, 13, 14 രാവുകളാണ് കൂടുതൽ ചന്ദ്രന് കൂടുതൽ പ്രകാശം ഉണ്ടാകുന്ന സമയം. അപ്പൊ അതിന്റെ രാത്രി പരിഗണിച്ച് പകലിന് അങ്ങനെ പേര്. അതല്ലെങ്കിൽ തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഇറച്ചി ഉണക്കുന്ന ദിവസങ്ങൾ അങ്ങനെയും അർത്ഥമുണ്ട്. കൂടുതൽ ഇറച്ചി കിട്ടിയാൽ അത് ഉണക്കി സൂക്ഷിക്കും പഴയ കാലത്ത്. ഇപ്പോൾ അത് പറ്റും. ഉളിയത്തിന്റെ ഇറച്ചി 10-15 കിലോ ഉണ്ടെങ്കിൽ തിന്ന് തീരുക. അപ്പൊ ഉണക്കിയ ഇറച്ചിയാവുമ്പോ 2 മാസം 3 മാസം 4 മാസം ഇപ്പൊ ദീർഘായുസ് ഉണ്ടാവും. കേട് വരില്ല ഉണക്കിയിറച്ചി. അപ്പൊ സ്വഹാബത്ത് അങ്ങനെ ഇറച്ചി ഉണക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉലുഹിയത്തിന്റെ കിട്ടിയ ഇറച്ചി കുറെ ഉലുഹിയത്ത് ഇറക്കുന്ന ആൾക്കാരുണ്ടാകും. ഉലുഹിയത്ത് പലരും വിട്ടുപോകാതെ ചെയ്യുന്ന ഒരു സുന്നത്താണ്, മോക്കതായ ഒരു സുന്നത്താണല്ലോ കഴിവുള്ള ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇറച്ചി ഉണക്കുന്ന ദിവസങ്ങളിൽ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു പേരുണ്ട്. ഇരിക്കട്ടെ, തക്ബീറുകൾക്ക് പ്രാധാന്യമുള്ള, പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള, നോമ്പ് നിഷിദ്ധമായ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലാണ് നമ്മളിപ്പോഴുള്ളത്. അള്ളാഹു നമ്മുടെ ഈ പെരുന്നാളും അനുബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുതുബയിൽ ഓതിയ ഒരു വിശാലമായ ആയത്തിന്റെ ഒരു ചെറിയൊരു വാക്ക് മാത്രം പറയാം. ഉസ്താദ് പറയാൻ കരുതിയതാണ്. ഞാനിപ്പോ ഒന്ന് ഇവിടെ ജുമുഅക്ക് നിർത്തിപ്പത്രായി ഒരു കൊല്ലം, 2 മാസം, 7ാമത്തെ ജുമയാണ്. അപ്പൊ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 7 എന്നുള്ളൊരു കണക്കാണ്. അതിലപ്പോ ഞാൻ എത്തിയ നിർത്തി ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ജുമുഅങ്ങനെ കൂടാന്നുള്ള ഇതിലെ പോകുമ്പോ ഇങ്ങനെ കയറ്റിയതാണ്. ജുമുഅക്ക് ഓരോ സ്ഥലത്തും ഓരോ എത്തുമ്പോ ഓരോ പുണ്യം ഉണ്ടാവുമല്ലോ. ഇവിടെ നമ്മളെ പരിചയക്കാരും നമ്മളെ പ്രത്യേകിച്ച് ബന്ധമുള്ള ആൾക്കാരുണ്ട്. നമ്മളെ ഈ ബന്ധങ്ങളൊക്കെ അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന ബന്ധങ്ങളാക്കി തരും. നമ്മളെ ഇന്ന് മരണപ്പെട്ട ആലിക്കുട്ടി ഹാജിയുടെ ഭാര്യ ബിയ ഹജ്ജുമ്മ, അവര് നല്ലൊരു സ്വാലിഹത്തായ പെണ്ണായിരുന്നു. ഞാനവിടെ നിൽക്കുന്ന കാലത്ത് ലൈബ്രറി ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞപ്പോ മക്തബ പൊങ്ങൾ പള്ളിയുടെ മുകളിൽ പോയാൽ കാണും, കിതാബ് വെക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നാജിര് മരിച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ആണ്ടിന്റെ അന്ന് കുറച്ച് അതിന്റെ ഈ അടക്കൊക്കെ വിറ്റ കുറച്ച് പൈസ അതിന്റെ കയ്യിലുണ്ടാവും. അതിന്റെ ആ സ്ഥലത്തു നിന്നുള്ള അടക്ക വിറ്റ് അതങ്ങനെ സൂക്ഷിക്കും. അപ്പൊ അത് കുട്ടികളെ കിതാബ് വാങ്ങാൻ എന്തെങ്കിലും ഉപയോഗിച്ചാലപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. അപ്പൊ പറഞ്ഞു അത് ആചാര്യ പേര് എത്ര ഉണ്ടെങ്കിലും ഞാൻ തരാം. അങ്ങനെ 50,000 രൂപ ആ കാണുന്ന വലിയ മക്തബ പള്ളിന്റെ മേലെ കിതാബ് വെച്ചു. അതിൽ നിന്നുള്ള ആ കൂലിയൊക്കെ അല്ലാഹു ആ മഹദിയുടെ ഹദ്റത്തിലേക്കും തിരിച്ചു കൊടുക്കുമാറാകട്ടെ. സംഭാവനയാണ്. ഭർത്താവിനോടുള്ള അതിരറ്റ സ്നേഹമാണ്. മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ആഹാരം പിടിച്ചാകണമെന്ന് കരുതിയിട്ട് കയ്യിലിങ്ങനെ പലതിനും സൂക്ഷിച്ചു വെക്കുന്നതെന്നല്ലേ. അതങ്ങനെ 50,000 അങ്ങോട്ട് എണ്ണിത്തന്ന് അതിന് വേറെ ആരോട് കാശ് ചോദിക്കരുത് എന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് അത്രയും വൃത്തിയിൽ ഭദ്രമായിട്ട് ഉണ്ടാക്കി. അതിപ്പോ അവിടെ തയ്യാറാക്കി കിതാബൊക്കെ ഉണ്ടാക്കാൻ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 7 വർഷമായി പള്ളിന്റെ മുകളിൽ. കിതാബ് സൂക്ഷിക്കാൻ വേണ്ടി ഒരു സൗകര്യം എന്നുള്ളത് കിതാബുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു അമലാണ്. അതുകൊണ്ടാണല്ലോ മരിച്ചതിന് ശേഷം ഖബറിലേക്ക് ഒഴുകുന്ന അമലുകൾ 10 ഉണ്ട്. അതില് വിശാലമായി പഠിക്കണമെങ്കിൽ നമ്മൾ പഴയ അൽക്കഫിന്റെ മറിച്ചാൽ മതി. അതില് ഉലൂമുൻ ബസ്സഹ എന്നാണ് ആദ്യത്തത്. അവനവൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത അറിവ്, അതിനാണ് ദീർഘായുസുള്ളത്. ഇപ്പൊ ഇമാമിങ്ങളൊക്കെ വഫാത്തായി പോയി, അവരെ ഇൽമല്ല ഇവിടെ ബാക്കിയുള്ളത്. സ്വഹാബത്ത് വഫാത്തായി പോയി, ബാക്കി വെച്ചത് എന്താ? ഇൽമാണ്. അപ്പൊ അത് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് എല്ലാ വാപ്പമാരും മക്കൾക്ക് ഗുരുനാഥന്മാരാകണം എന്ന് പറഞ്ഞത്. എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചതാണെന്ന് പറയുന്നത്. എന്റെ വാപ്പ എന്നെ അത് പഠിപ്പിച്ച്, എന്റെ ഉമ്മയത് പഠിപ്പിച്ച്, അതങ്ങനെ പോകും. ഒരു ചെയിൻ ബിസിനസ് പോലെ അങ്ങനെ കണ്ണി മുറിയാതെ പോകും. അവസാനത്തെ മൂമിൻ ശേഷിക്കുന്നത് വരെ ഇൽമുകൊണ്ട് കിട്ടുന്ന ബർക്കത്ത് കിട്ടുന്ന അത്ര. ശേഷം പറഞ്ഞ 9 എണ്ണത്തിനൊക്കെ പരിധി ഉണ്ട്. കിണറ് കുഴിക്കാന്ന് പറഞ്ഞാൽ മൂടിയാ പോയി.
ഒരു കാര്യമാണല്ല, കർണ ഒഴിച്ചു കൊടുക്കാന്നുള്ളത്, അത് മൂടിയാ പോയി. ഒരു വീടെടുത്ത് കൊടുക്കാന്നുള്ളത്, അത് പൊളിഞ്ഞാ പോയില്ല. പിന്നെ ഒരു വഖഫിന്റെ സ്ഥലം, അത് ഉപയോഗിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ. മാറ്റപ്പെടുത്തും ചെയ്യാലോ വഖഫിന്റെ സ്ഥലം, എത്ര മാറ്റപ്പെടുത്തുന്ന ആൾക്കാർ. പക്ഷെ ഇൽമ അങ്ങനെയല്ല, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ശിഷ്യ പരമ്പരകൾ അങ്ങനെ കണ്ണി മുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആദ്യം അത് എണ്ണിയത് ഉലൂമുൻ ബസ്സഹ, വിതരണം ചെയ്ത ഇൽമുകൾ. അപ്പൊ അതിനു വേണ്ടി ഒരു സുഹൃതം ചെയ്തതാണ് ആ മരിച്ചുപോയ ഹജ്ജുമ്മ. നല്ല വെള്ളിയാഴ്ച രാവ്, പ്രതീക്ഷിക്കാൻ പറ്റിയ ദിവസമാണല്ല. നല്ല മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞതാണ് നല്ല സമയത്ത് മരിക്കാന്നത്. നമ്മളെ മമ്മി സാജി മരിച്ച കണ്ടില്ല, എത്ര നല്ല മരണമാണ്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അങ്ങനൊക്കെ നമ്മൾ മരണം കേൾക്കുമ്പോ അങ്ങനെയാണ് മരിച്ചിട്ടെങ്കിൽ എന്നുള്ളതാണ് ആൾക്കാർ കൊതിക്കും. ഇഹ്റാമിലായിട്ട് ഒരാൾ മരിച്ചാണെങ്കിൽ മുദ്രാവാക്യം വിളിച്ചു വരുന്നതാണ്, തൽബിയത്ത് ചെല്ലുന്ന ആളായിട്ടാണ് അയാളെ എഴുന്നേൽപ്പിക്കാന്നാണ്. യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ. ഖിയാമത്ത് നാളിൽ ഖബറിൽ എണീറ്റ് വരുമ്പോ എങ്ങനെ വരും? ലബ്ബൈക അല്ലാഹുമ്മ തൽബിയത്ത് ചൊല്ലിയിട്ട് വരും. അപ്പൊ അത് കേൾക്കുമ്പോ ആൾക്കാർ വിചാരിക്കും അങ്ങനെ മരിച്ചാൽ മതിയായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ ശുഹദാക്കൾ അങ്ങനെ കാണുമ്പോ ശുഹദാക്കളാകാത്ത ആൾക്കാരൊക്കെ കൊതിക്കും ഞങ്ങൾ ഷഹീദായില്ലല്ലോ. കാരണം അവരെ സ്ഥാനമാനങ്ങൾ കാണുമ്പോ അങ്ങനെയാണ്. അപ്പൊ ഇൽമ് ഇങ്ങനെ നമ്മളെപ്പോഴും കൂടുതലാക്കി പഠിക്കുകയും മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുകയും വേണം. ആയത്തിൽ ഉസ്താദ് ഓതിയത് സൂറത്തു തൗബയിലെ ആയത്തിൽ മഹബത്ത് വെക്കേണ്ട പ്രാധാന്യം പറഞ്ഞുകൊണ്ട് 8 വിഷയങ്ങളാണ് നമുക്ക് കൂടുതൽ സ്നേഹമെങ്കിൽ നമ്മുടെ ജീവിതം പോക്കാനാണ് ആയത്തിലുള്ളത്. അങ്ങനെയാണ് എണ്ണിയത്. ആബാവുക്കും അബ്നാവുക്കും ഇഖ്വാനുക്കും അസ്വാജുക്കും അശീറത്തുക്കും, മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങള്, അതുപോലെ തന്നെ ഇണകള്, അതുപോലെ കുടുംബം, സമ്പാദിച്ചെടുത്ത സമ്പാദ്യം, എപ്പോഴും നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന, മാന്യം പേടിക്കുന്ന കച്ചവടം, മസാക്കിനും തർലോനഹ, ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പാർപ്പിടങ്ങൾ, സൗധങ്ങൾ. ഇതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും? എന്നാ പിന്നെ അല്ലാഹു തആലാന്റെ ശിക്ഷ വരുന്നു, കാത്തങ്ങനെ കഴിഞ്ഞാൽ മതി. അല്ലാഹു തആലാക്ക് മഹബത്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ ഈ 8 എണ്ണവും ആ മഹബത്തിന് തടസ്സമാകരുത്. ആ മഹബത്തിന് 8 എണ്ണവും തടസ്സാകരുത്. ഈ 8 എണ്ണവും അതിനുള്ള വസീലകളാകണം. മാതാപിതാക്കൾ അതിലേക്ക് ഒരു മാർഗമാണ്, മക്കൾ അതിലേക്ക് മറ്റൊരു വസായിലാണ്. അതൊക്കെ തടസ്സാകാൻ പാടില്ല. ഈമാന് കൂടുതലുള്ള ആൾക്കാർ എന്റെ മോനല്ലേ എന്ന് കരുതിയിട്ട് ഈമാൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇതുണ്ടാക്കൂല. ഇപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരെ ഈമാനാണ് അമ്പിയാക്കൾ കഴിഞ്ഞ ഏറ്റവും ദർജയിലുള്ള ഈമാൻ. അവരാ ഈമാനിക മഹബത്ത് നോക്ക് നിങ്ങൾ. ബദർ യുദ്ധം ഇങ്ങനെ നടക്കുമ്പോ മകൻ അബ്ദുറഹ്മാൻ അന്ന് നിബിധങ്ങളെ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ബാപ്പ ബദറിന്റെ പോൾക്കരത്തിൽ ഞങ്ങളെ കണ്ടിരുന്നു, പക്ഷെ ബാപ്പല്ലേ എന്ന് കരുതി ഞാൻ ഇങ്ങനെ മാറിയതാണെന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്നെ കുറെ തെരഞ്ഞിട്ട് ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞു. നിന്നെ എങ്ങാനും ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈമാനിലേക്ക് അല്ലാഹു തആല എനിക്ക് വഴി നൽകുകയാണ്. ഞാൻ കുറെ നോക്കാണ്, സ്വന്തം ബാപ്പ മകനോട് പറയാണ്, ഞാൻ കുറെ നിന്നെ നോക്കി, കാരണം കൂടുതൽ ശത്രുക്കളാണല്ലോ ഉള്ളത്. 1900 ഇടയിലുണ്ടല്ലോ, ഞാൻ മാറി മറിഞ്ഞു നോക്കി, എവിടെ എന്റെ അബ്ദുറഹ്മാൻ ഇതിന്റെ ഇടയിൽ. നിന്നെ എങ്ങാനും ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള വടി ഉപയോഗിച്ച് ഞാൻ തല്ലുമായിരുന്നു. വാളിന്റെ ഒരു വടിയാണ് സിദ്ദീഖ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിച്ച് ഞാൻ നിന്നെ തല്ലുമായിരുന്നു. പക്ഷെ കാണാത്ത ഭാഗ്യം, കാണാത്തോണ്ട് ഇസ്ലാമൊക്കെ വരാൻ കഴിഞ്ഞു. ബാപ്പാനോടുള്ള ബഹുമാനം കൊണ്ട് മകൻ പറഞ്ഞാൽ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മക്കൾക്ക് വഴിമാറി കൊടുക്കുന്ന ഈമാനല്ല. ഇപ്പൊ ഈ 8 എണ്ണവും നമ്മളെ ഈമാനും മഹബത്തിന് തടസ്സാകരുത്. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാകും. നല്ല മഴ പെയ്യുക, അല്ലെങ്കിൽ നല്ല തണുപ്പ്, ഉറങ്ങാൻ നല്ല സുഖമുള്ള ബെഡ്, നല്ല കിടക്ക, നല്ല ഉഷാറുള്ള രാത്രി, നല്ല സുഖമുള്ള രാത്രി, കിടന്നങ്ങോട്ട് ഉറങ്ങി. ബാങ്കോ കേട്ടപ്പോ ബാങ്കോ ഒരു കാതിലൂടെ മറ്റേ കാതിലേക്കാൾ തള്ളി. അയാൾക്ക് കൂടുതൽ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെ അല്ല, കൂടുതൽ ഇഷ്ടം ആ സുഖങ്ങളാണ്, ആ ദുനിയാവിന്റെ ആ പാർക്കുള്ള ആ സുഖങ്ങൾ, അതാണ് ഇഷ്ടം. അല്ല നിസ്കരിക്കാൻ ബാങ്കാണല്ലോ പടച്ചോനെ കൊടുക്കുന്നത് എന്നും കരുതിയിട്ട് അയാൾ എണീറ്റ് മുഖം കേൾക്കി ആരെങ്കിലും കംപ്ലൈന്റ് പറയും, ആരും കംപ്ലൈന്റ് പറയില്ല.
സ്വമേധ എണീറ്റു, സുബിയാങ്കാണാ കൊടുക്കണത്. എഴുന്നേറ്റ് അയാൾ ഈ തണുപ്പും ഈ സുഖമൊക്കെ വകഞ്ഞു മാറ്റി നിസ്കരിക്കാനാ മുന്നോട്ട് നിൽക്കുന്നത്. അതൊരു മഹബത്താണ്. അള്ളാഹുവിനോടുള്ള മഹബത്തുണ്ടല്ലോ. ആ മനുഷ്യത്തിനെണീക്കണ് ആരും കംപ്ലൈന്റ് പറയില്ല, പെരക്കാരെ ഏതായാലും പറയില്ല, ആരൊക്കെ ചോദിക്കാനും വരും, ആരും കേസ് കൊടുക്കില്ല. എന്തിനാണ് ഇപ്പൊ ആ ആണും പെണ്ണും എഴുന്നേൽക്കണം? എന്തിനാണ്? ബാങ്കാടാ കേൾക്കുന്നത്. ബാങ്ക് ഇങ്ങനെ മുഴങ്ങുമ്പോ മനസ്സിലേക്ക് ഒരു മഹബത്തല്ലേ വരുന്നത്. ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ നിസ്കരിക്കണം എന്നല്ലേ ബോധം വരുന്നത്. ഒരു മഹബത്തുണ്ട്. ഇതാണ് നമ്മൾ വേർതിരിച്ചറിയാനുള്ള അടയാളം. ഈ 8 എണ്ണവും ഒരാൾക്ക് ദുന്യാവിലെ സമ്പാദ്യം സുഖം അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിയുന്നുണ്ടോ? കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, ശിക്ഷ പ്രതീക്ഷിച്ചാൽ മതി. ഈ 8 എണ്ണവും മഹബത്തിലേക്കുള്ള വസായിൽ, മാധ്യമങ്ങൾ, മാർഗങ്ങളാണോ രക്ഷപ്പെടാൻ കഴിയും. ആ രൂപത്തിൽ അള്ളാഹു ആക്കി തീരുമാനാകട്ടെ. നമ്മളെ മക്കളും നമ്മുടെ വാപ്പാരും ഉമ്മാരും സഹോദരങ്ങളും കുടുംബവും കച്ചവടവും സമ്പത്തും സമ്പാദ്യവും പാർപ്പിടങ്ങളും ഒക്കെ ആ മഹബത്തിലേക്കുള്ള വസീലകളാണ്. അങ്ങനെ തന്നെ അള്ളാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ടല്ല സ്വത്ത് മുഴുവൻ എടുത്ത് ഹിജറ പോയി എന്നുള്ള കംപ്ലൈന്റ് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോയപ്പോ സ്വത്ത് മൊത്തം കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞറിയ? വാപ്പാനോട്. അന്ന് വാപ്പ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. വാപ്പം കണ്ട് ചൂടായിട്ട് ഹൈ റേഞ്ചിൽ വന്നു വീട്ടിലേക്ക്. അപ്പൊ മക്കളൊക്കെ അവിടെ അസ്മാ ബീവിനെ